ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാവേരി ശിവരാമേട്ടന്റെ അരികിൽ നിന്നും സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൾ വേഗം വരുന്നത് ജയബാലന്റെ വീട്ടിലോട്ട് തന്നെയാണ്. അപ്പോൾ ജയബാലനാണെങ്കിൽ മകളോട് കല്യാണത്തിന് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ അമ്മ അവിടെ രാഗിണിയോട് പറയുന്നുണ്ട്, അമ്മ അവിടെ ഇല്ല, കൊച്ചിയിൽ കല്യാണം വിളിക്കാൻ പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ്. ഒരു തുള്ളി വെള്ളം എടുത്തു തരാൻ അവൾ ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ എന്താ വേണ്ട, ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് രാഗിണി അതെടുക്കാൻ പോവാൻ നിൽക്കുന്ന സമയത്താണ് എടോ എന്ന് വിളിച്ചുകൊണ്ട് വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് നമ്മുടെ കാവേരിയുടെ കടന്നുവരവ്. കാവേരിയാണെങ്കിൽ വണ്ടിയിലുണ്ടായിരുന്ന ഒരു വലിയൊരു സ്ക്രൂ ഡ്രൈവറും കയ്യിലെടുത്തിട്ടാണ് അവിടേക്ക് വരുന്നത്. അങ്ങനെ അവളുടെ വരവ് കാണുമ്പോൾ ജയബാലൻ, ഇടി നിനക്ക് എന്താടി എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ വന്ന് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്, എടോ താനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അച്ഛനെ പറ്റിച്ച എല്ലാതും ഞാൻ കൈക്കലാക്കുമെന്ന്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കൈക്കലാക്കുമെന്ന്, അതിനുള്ള വരവാടോ? നിനക്ക് എന്താടി വട്ടുണ്ടോ? 3 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിന്റെ ഒരു പ്രകടനം ഇവിടെ വന്നിട്ടുണ്ടാകുമല്ലോ എന്നിങ്ങനെ ജയബാലൻ പറയുന്നുണ്ട്. അന്ന് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. അതെ, മര്യാദയ്ക്ക് എൻ്റെ അച്ഛൻ്റെ പൈസ മാത്രമല്ല താൻ തട്ടിയെടുത്തുള്ള, എൻ്റെ അച്ഛന് മരണത്തിന് കാരണം താനാണല്ലോ, എൻ്റെ അച്ഛനെ കൊന്നത് താനാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം രാഗിണി പറയാണ്, നിന്റെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചന് എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാനാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് അവളെ തള്ളിയിടുന്നുണ്ട്. അതുപോലെ തന്നെ ജയബാലൻ്റെ ഷർട്ടിൻ്റെ കുത്തനെ പിടിക്കുന്നുണ്ട്, അയാളെ തല്ലാനോങ്ങുന്നുണ്ട്. അയാളുടെ കഴുത്തിൽ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ വെച്ചിട്ട് അനങ്ങിപ്പോയാൽ ഞാൻ കൊന്നു കളയുമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും താൻ പേടിക്കേണ്ട, ഞാൻ കൊല്ലില്ല, തന്നെ പോലെ ഒരാളെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. മര്യാദയ്ക്ക് 3 ദിവസം അതിനുള്ളിൽ എൻ്റെ വീട്ടിൽ പൈസ എത്തിയിരിക്കണം, എത്ര ഇല്ലെങ്കിൽ കാണാൻ പോകുന്ന താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നമ്മുടെ കാവേരി അവിടെ നിന്നും പോവുകയാണ്. അപ്പം രാഗിണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. രാഗിണി പറയുന്നുണ്ട്, 3 ദിവസം, ഈ 3 ദിവസം എന്ന് പറയുന്നത് എൻ്റെയും നീവിൻ്റെയും കല്യാണമാണ്. അങ്ങനെ ആ സമയത്ത് കല്യാണത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടല്ലോ അച്ഛനെയും കൊല്ലും ഞാൻ, അവളെയും കൊല്ലും ഞാൻ, വെട്ടുകത്തി എടുത്തിട്ട് പറ്റും അച്ഛൻ, ഞാൻ അവളെ വെട്ടി നുറുക്കി ഇല്ലാതാക്കുക അച്ഛൻ, എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവളെവിടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ജയബാലൻ പറയാണ്, ഒന്ന് സമാധാനപ്പെടടി നീ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് വീട്ടിലാണെങ്കിൽ അവരുടെ കൈകളിലുണ്ടായിരുന്ന കുറച്ച് പൊന്ന്, അതായത് കഴുത്തിലും കാതിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഊരി ഒരു കടലാസിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നീളമോളുടെ കാതിലൊരു ചെറിയൊരു മുട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗംഗ പറയുകയാണ്, വേണ്ട അമ്മേ, അത് അവിടെ കിടന്നോട്ട്, അവൾ എന്തോ ഒരു ആഗ്രഹിച്ച് വാങ്ങിച്ചതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛമ്മയെ അരികിലിരിക്കുന്നുണ്ട്. അപ്പം അച്ഛമ്മയാണെങ്കിൽ അച്ഛമ്മയുടെ കയ്യിലുള്ള വള അങ്ങ് ഉരുകയാണ്. അപ്പോൾ ആ സമയത്ത് വേണ്ട അമ്മ, എന്തിനാ അത് ഉരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേടി, ചെറുപ്പക്കാർ പിള്ളേരുടെ കഴുത്തിൽ നിന്നും കാതിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഈ വയസ്സായി കുഴിയിലോട്ട് കാലം നീട്ടിരിക്കണം, ഞാൻ എന്തിനാ സ്വർണ്ണിട്ട് നടക്കണേ എന്ന് ചോദിച്ചിട്ട് ആ സ്വർണം കൂടി ഊരി അതിൽ വെക്കുകയാണ്. അപ്പോഴും നമ്മുടെ ശാരദ പറയുന്നുണ്ട്, ഇതൊന്നും ആവില്ല അമ്മേ, 10 ലക്ഷമല്ലേ വേണ്ടത്, 10 ലക്ഷത്തിൻ്റെ അരികിലേക്ക് പോലും ഇത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗംഗ പറയാണ്, എൻ്റെ സ്വർണം പണയത്തിലുണ്ടല്ലോ അമ്മേ, അത് എടുത്തിട്ട് വിറ്റാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനത് പണയത്തിൽ നിന്ന് എടുക്കാൻ പൈസ വേണ്ടേ എന്നിങ്ങനെ ശാരദ ചോദിക്കുമ്പോൾ അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ, അവർ സഹായിക്കും അത് എടുക്കാനായിട്ട്, പക്ഷെ അവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ട മോളെ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ വേണ്ടി വരും, പിന്നെ അതിലെന്താ ഉള്ളത്, പിന്നെ അത് ചെയ്യുന്നതിലൊരു ഉപകാരം ഇല്ലാതല്ല, എന്നാലും കുറച്ച് എന്തെങ്കിലും കിട്ടുമല്ലോ അമ്മേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങനെ അവിടെ അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കാവേരി വന്നിട്ട് ദേഷ്യത്തോടു കൂടി അവരുടെ അരികിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്. നിനക്ക് എന്താടി ഉച്ചപ്രാന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അല്ല, എനിക്ക് നട്ടപ്രാന്താണ് എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയത്, ഇതെന്താ അവിടെ കുറേ സ്വർണ്ണമൊക്കെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോൾ നിളമോളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരാളുടെ സ്വർണം വേണ്ട, അതെ പൈസ ഇവിടെ എത്തും 3 ദിവസത്തിനുള്ളിൽ, ജയബാലൻ ഇവിടെ കൊണ്ടുവരും, പിന്നെ കൊണ്ടുവന്നത് തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ആ സ്വർണ്ണക്കാട് എടുത്ത് വെച്ചോ, അയാളെ ഇവിടെ എത്തിക്കും ഞാൻ കാവേരി ആണെങ്കിൽ പൈസ അയാൾ ഇവിടെ കൊണ്ടുതരും, നമുക്ക് നിളമോളുടെ ഓപ്പറേഷനുള്ള പൈസ ഇവിടെ കൊണ്ടുതരും, ഒരാളുടെ ഔദാര്യത്തിലല്ല, നിളമോളുടെ അർഹതപ്പെട്ട പൈസ കൊണ്ട് തന്നെയാണ് അവളുടെ ആരോഗ്യം ഭേദപ്പെടുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിനീത് കാര്യങ്ങളൊക്കെ കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഓപ്പറേഷന് 10 ലക്ഷം രൂപ എന്ത് ചെയ്യും, അവർ പൈസയുടെ ആലോചനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ സലീമൊക്കെ പറയുന്നുണ്ട്,
10 ലക്ഷമാണ്, 5 10 ആയിരങ്ങളായിരുന്നെങ്കിൽ എവിടുന്നേലും കടം മേടിക്കുകയും ചെയ്യായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബേബി ചേട്ടൻ പറയുകയാണ്, എടാ ഇത് ഒരാളും തരില്ല ഇത്ര വലിയ എമൗണ്ട് ഒന്നും, അതെന്താ ബേബി ചേട്ടാ നമ്മളെന്താ പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കില്ലെന്ന് വിനീത് ചോദിക്കണം. എടാ അതിന് നല്ലൊരു സെക്യൂരിറ്റി ഒക്കെ കൊടുക്കണമല്ല, അതൊന്നും വെറുതെ ഒന്നും ഒരാളും തരില്ല, പിന്നെ ഇപ്പം എന്താ മാർഗം എന്ന് ചോദിക്കുമ്പോടാ നമുക്കേ ആ സ്കൂളിൽ അവിടെ ഒരു കോൺവെന്റ് സ്കൂളുണ്ടല്ലോ, ആ സ്കൂളിൽ എത്ര പിള്ളേർ അവിടെ ഉള്ളത് അവരുടെ യൂണിഫോം നമുക്ക് തയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഒന്നും കിട്ടില്ല, ഒരു 25,000 രൂപയിലും കിട്ടും എന്ന് പറയുമ്പോൾ അതെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, എന്നാൽ നമുക്കത് ആലോചിച്ചാൽ. അതെ, അവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛനാണ് ആ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്കൊക്കെ നമുക്ക് കിട്ടുമെന്ന് ബേബിച്ചേട്ടൻ പറയുകയാണ്. ബേബിച്ചേട്ടൻ ഇത് ആദ്യം പറയായിരുന്നില്ല, നമുക്ക് എന്തായാലും പോയി അച്ഛനെ കാണാം, എന്തായാലും 25,000 രാപ്പകലില്ലാതെ ഞാൻ പണിയെടുത്തോളാം, എൻ്റെ നിളമോൾക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ ഒരിക്കലും പണക്കാരനാണെന്നൊന്നും വിചാരിച്ചിട്ടില്ല, എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകണം, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് പൈസയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ വിനീത് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ബേബിച്ചേട്ടൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നിവിൻ വരുന്നത്. അപ്പോൾ നിവിന് മോനോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിനീത് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നു. ആളിത്തിരി സങ്കടത്തിലാണെന്ന് മറുപടി പറയുന്നുണ്ട്. ബേബിച്ചേട്ടൻ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 10 ലക്ഷം രൂപ ഇങ്ങനെ ഓപ്പറേഷന് വേണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനീതിനെ കാണാനായിട്ട് മുകളിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മുടെ നിവിൻ. അപ്പോൾ അവിടെ സലീമിക്ക് എൻ്റെ വിനീതും ഉണ്ട്. അപ്പോൾ നിവിൻ ചെല്ലുമ്പോൾ നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് വിനീത് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ സലീമിക്ക പറയാണ്, നീ ഒന്നും മിണ്ടാതിരുന്നട വിനീത്, നിനക്ക് എന്താണ് എന്നത് നമ്മുടെ നിവിനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു നിവിനും വേണ്ട ഇവിടെ എന്ന് പറയുകയാണ്. എടാ നിന്റെ വിഷമം ഇപ്പം എന്താ, ഞാൻ നിന്നോട് തർക്കിക്കാനൊന്നും വന്നതല്ല, ഇപ്പം നിന്റെ സങ്കടം നമ്മുടെ നിളമോളുടെ കാര്യം അറിഞ്ഞിട്ട് വന്നതാണ്. നിളമോൾക്ക് 10 ലക്ഷം രൂപയല്ലേ വേണ്ടു, ഞാൻ തരാടാ, അത് നീ വേറെ ആരോടും ചോദിക്കേണ്ട, നീ അത് തിരിച്ച് എനിക്ക് തരേം വേണ്ട, അല്ലെങ്കിൽ വേണ്ട നീ അത് എന്നിൽ നിന്ന് വാങ്ങിയിട്ട് നീ പതുക്കെ എനിക്ക് തിരിച്ച് തന്നാൽ മതി, കടമായിട്ട് നിനക്ക് ഞാൻ തരാടാ, നമുക്കത് ഓപ്പറേഷൻ നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനീതിന് ദേഷ്യം കൂടുകയാണ്. വിനീത് പറഞ്ഞു, നീ എന്താണ് വിചാരിച്ചത്, പൈസ തന്ന് നീ വിനീതിനെ വിലക്കെടുക്കാമെന്ന് വിചാരിച്ചു, നിന്റെ ഒരു നയാ പൈസ വേണ്ട എൻ്റെ നിളമോളുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട്, നീ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടാ എന്ന് പറയുന്നുണ്ട്, നിന്നോടാ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ, നിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടാലും നീയുമായിട്ട് എന്നെ ഈ വിനീതിനെ വിലക്കെടുക്കാൻ നീ കരുതണ്ട എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് ആക്ഷേപിക്കുകയും അവനെ തല്ലാനൊക്കെ കൈയോങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിലാണ് സലീമിക്ക പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ സലീമിക്ക നിവിനോട് പറയുന്നുണ്ട്, നിവിമോനെ നീ ഇപ്പോൾ നീ പിന്നെ വായോ, ഇപ്പോൾ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നിവിൻ സങ്കടത്തോടു കൂടി തന്നെയാണ്. അപ്പം വിനീത് പറയുന്നുണ്ട്, അതെ നമ്മളുടെ നിളമോള് എന്നുള്ള ഒരു പ്രസ്താവന നിന്റെ ഭാഗത്തു നിന്ന് വേണ്ട, കാരണം ഞങ്ങളുടേതാണ്, ഞങ്ങളിൽ നീയില്ല എന്ന് പറഞ്ഞങ്ങനെ അവനെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിളയും ചേച്ചിമാരെല്ലാവരും കൂടി ബെഡിൽ വട്ടട്ടിരുന്നിട്ട് കഥകളൊക്കെ പറഞ്ഞ് നിളമോളെ സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഓരോ തമാശകളൊക്കെ പറഞ്ഞിരുന്ന് അവരങ്ങനെ ഹാപ്പി ആയിരുന്ന്, നിളമോളാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കാവേരിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, കാവേരിയെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട്, തലയിൽ ബ്രെയിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്, തലച്ചോറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കൊക്കെ ചെയ്ത് അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ശാരദയാണെങ്കിൽ ഇതിങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ്. നിളമോളുടെ ആ ഒരു ചിരിയും കണ്ട് സങ്കടപ്പെട്ട് അവൾ അങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.